നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ മിനി. പ്രധാന വാർത്തകൾ. വയനാടിനെ ഓണക്കോടിയുമായി പാലക്കാട് കോടതി പരിസരത്ത് കൈത്തറി സ്റ്റാൾ തുറന്ന് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ. ഓൾ ഇന്ത്യ നവോദയ അത്ലറ്റിക് മീറ്റിൽ ഉജ്ജ്വല വിജയം നേടിയ മലമ്പുഴ നവോദയ വിദ്യാലയം കായിക താരങ്ങൾക്ക് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം. പാലക്കാട് രൂപതയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് KCYM യുവജന സംഗമം നടത്തി. കേരള വികസന രംഗത്ത് നരേന്ദ്രമോദിയാണ് എല്ലാ പരിഗണനയും നൽകിയതെന്ന് കേന്ദ്രമന്ത്രി KP നഡ്ഡ. വാർത്തകൾ വിശദമായി. വയനാടിന് ഒരു ഓണക്കോടിയുമായി കോടതി പരിസരത്ത് കൈത്തറി സ്റ്റാൾ തുറന്ന് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ. ഞാൻ ഓഫീസിൽ അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞപ്പോൾ നോക്കുമ്പോൾ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. വയനാട്ടിലെ ദുരിതം നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലീഗൽ പ്രൊഫഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും സഹായിക്കാനുള്ളതാണ്. സഹായിക്കുന്നത് ഈ ഓണത്തിന് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ പാലക്കാട് യൂണിറ്റ് പാലക്കാട്ടെ വിവിധ നെയ്ത്തു ഗ്രാമങ്ങളായ കരിമ്പുഴ, കല്ലഞ്ചിറ, പാടൂർ, കുത്താമ്പുള്ളി എന്നിവിടങ്ങളിൽ നിന്നുള്ള മുണ്ടുകൾ, സാരികൾ, സെറ്റ് മുണ്ടുകൾ എന്നിവയുമായി കോടതി പരിസരത്തെ കൈത്തറി സ്റ്റാൾ ജില്ലാ സെഷൻസ് ജഡ്ജ് ആനന്ദകൃഷ്ണ നാവട ഉദ്ഘാടനം ചെയ്തു. ശ്രീനാഥ് വേണു സ്വാഗതം പറഞ്ഞു. ജിഞ്ചു ജോസ് അധ്യക്ഷനായി. ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി CP പ്രമോദ്, ജില്ലാ പ്രസിഡന്റ് വിനോദ് കയനാട്, സംസ്ഥാന കമ്മിറ്റി അംഗം MS ഖറിയ, P മുരളീധരൻ, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് MS രൂപേഷ്, സെക്രട്ടറി ബിജോയ് എന്നിവർ സംസാരിച്ചു. AV അരുൺ നന്ദി പറഞ്ഞു. സെപ്റ്റംബർ 2 മുതൽ 11 വരെ കൈത്തറി സ്റ്റാൾ ഉണ്ടായിരിക്കും. കൈത്തറി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിൽ നിന്നും കിട്ടുന്ന ലാഭം വയനാടിന് സഹായമായി നൽകും. ഉജ്ജ്വല വിജയം നേടിയ മലമ്പുഴ നവോദയ വിദ്യാലയം കായിക താരങ്ങൾക്കും പരിശീലകനും റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. 2024 ഓഗസ്റ്റ് 28 മുതൽ ഓഗസ്റ്റ് 30 വരെ ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നടന്ന ഓൾ ഇന്ത്യ നവോദയ നാഷണൽ അത്ലറ്റിക് മീറ്റിൽ സ്കൂൾ തലത്തിൽ നോക്കുകയാണെങ്കിൽ 24 മെഡലുകൾ വാങ്ങി ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് ജവഹർ നവോദയ വിദ്യാലയ പാലക്കാട്. അതിൽ 11 വ്യക്തിഗത ഗോൾഡ് മെഡലും. ജാർഖണ്ഡിൽ നടന്ന ഓൾ ഇന്ത്യ നവോദയ അത്ലറ്റ് മീറ്റിൽ ഉജ്ജ്വല വിജയം നേടി മലമ്പുഴ നവോദയ വിദ്യാലയം. റിലേ 5 വ്യക്തിഗത ഇനങ്ങളിൽ 11 ഗോൾഡ് മെഡൽ, 5 സിൽവർ, 2 വെങ്കലം എന്നിവ കരസ്ഥമാക്കിയാണ് ഓവറോൾ ചാമ്പ്യന്മാരായി ഉജ്ജ്വല വിജയം നേടിയത്. ഇന്ന് രാവിലെ 10 മണിക്ക് ധൻബാദ് ആലപ്പി എക്സ്പ്രസിൽ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയ കായിക താരങ്ങൾക്കും കായിക അധ്യാപകൻ സന്തോഷ് കുമാറിനും സ്കൂൾ PTA ഭാരവാഹികളും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നാണ് സ്വീകരണം നൽകിയത്. പ്രിൻസിപ്പൽ CV പ്രമീള, A ജോസഫ്, മഞ്ജുനാഥ്, രവി, രഞ്ജിത, രക്ഷിതാക്കളായ M ജയരാമൻ, വിനോദ് കുമാർ, P പ്രിൻസി, A ജിബു, സജിത SK നായർ, കാഞ്ചന തുടങ്ങിയവർ ചേർന്നാണ് ബൊക്കയും മാലയും നൽകി സ്വീകരിച്ചത്. 13 വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. പാലക്കാട് രൂപതയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് KCYM പാലക്കാട് രൂപതയുടെ നേതൃത്വത്തിൽ യുവജന സംഗമം നടത്തി. ആയിരക്കണക്കിന് കത്തോലിക്ക യുവജനങ്ങളാണ് തിരക്കുന്ന KCYM യുവജന സംഗമത്തിന് യുവജന റാലി ഒലവക്കോട് സ്കൂളിലേക്ക് പ്രവേശിക്കുകയാണ്. അകമലമാരെ മിഷൻ സ്കൂൾ പരിസരത്തു നിന്ന് ആരംഭിച്ച യുവജന റാലിയിൽ 2000-ഓളം പേർ പങ്കെടുത്തു. നഗരസഭാ കൗൺസിലർ മിനി ബാബു ഫ്ളാഗ് ഓഫ് ചെയ്തു.
സെന്റ് റാഫേൽ കത്തീഡ്രൽ സ്ക്വയറിൽ നടന്ന യുവജന സംഗമം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. ധാർമ്മിക മൂല്യമുള്ള യുവാക്കളെ സൃഷ്ടിക്കാൻ യുവജന സംഘടനകളിലൂടെ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ജേക്കബ് മരത്തോടത്ത് ഞാനിവിടെ വരുമ്പോൾ നിങ്ങൾ അഭിസംബോധന ചെയ്തിരുന്ന സീനിയർ ആർട്ടിസ്റ്റ് മിസ് വിൻസി അലോഷ്യസ്, ഇവിടെ സ്വാഗതം പറഞ്ഞ ടീന തോമസ് ഉൾപ്പെടെ വേദിയിലെ വിശിഷ്ട വ്യക്തികൾ, പ്രിയരായ KCYM-ന്റെ ഭാരവാഹികൾ, സഹോദരി സഹോദരന്മാരെ എല്ലാം എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമായി കാനാൻ യുവജന സമ്മേളനം പാലക്കാട് രൂപത KCYM പ്രസിഡന്റ് ബിബിൻ കുര്യൻ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് രൂപത ബിഷപ്പ് മാർ പീറ്റൽ കൊച്ചുപുരയ്ക്കൽ, ബിഷപ്പ് ഇമെരിറ്റസ് മാർ ജേക്കബ് മനത്തോടത്ത്, സിനിമാ താരം വിൻസി അലൂഷ്യസ്, KCYM രൂപത ജനറൽ സെക്രട്ടറി ടീന തോമസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാലിൻ ജോസഫ്, രൂപത ഡയറക്ടർ ഫാദർ ജോബിൻ മേലേമുറിയിൽ, രൂപത വൈസ് പ്രസിഡന്റ് ബിൻസി പൗലോസ്, മിജാർക്ക് ഏഷ്യൻ പ്രതിനിധി എബിൻ കണിവയലിൽ എന്നിവർ പ്രസംഗിച്ചു. നരേന്ദ്രമോദിയെ പോലെ കേരളത്തെ പരിഗണിച്ച മറ്റൊരു പ്രധാനമന്ത്രി ആരുണ്ടെന്ന് BJP ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നഡ്ഡ. കൊച്ചി ബംഗളൂരു ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി, കുതിരാൻ തുരങ്കം, ദേശീയപാത വികസനം തുടങ്ങി ഓരോ പദ്ധതികളിലും പാലക്കാടിന് കോടികൾ ലഭിച്ചതായും ജില്ലയിലെ പൗരപ്രമുഖരുമായി നടത്തിയ മുഖാമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. ജില്ലയിലെ പ്രധാന സംഘടനകളുടെ പ്രതിനിധികളും പൗരപ്രമുഖരും പങ്കെടുത്ത യോഗം ജില്ലയുടെ വികസനത്തിന് മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സീറോ കറപ്ഷൻ എന്നതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ മുദ്രാവാക്യം. എന്നാൽ കേരളത്തിൽ സംഭവിക്കുന്നത് മറിച്ചാണ്. അഴിമതിയിൽ മുങ്ങിയിരിക്കുകയാണ്. BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ അധ്യക്ഷനായി. V മുരളീധരൻ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ, വൈസ് പ്രസിഡന്റ് P രഘുനാഥ്, സംസ്ഥാന ട്രഷറർ E കൃഷ്ണദാസ്, ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്, ജില്ലാ ജനറൽ സെക്രട്ടറി V വേണുഗോപാൽ, AK ഓമനക്കുട്ടൻ, നഗരസഭാധ്യക്ഷ പ്രമീള ശശിധരൻ, രേണു സുരേഷ്, N ശിവരാജൻ എന്നിവർ പ്രസംഗിച്ചു. പാലക്കാട് മാനേജ്മെന്റ് അസോസിയേഷനും കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഫോറത്തിന്റെയും പ്രതിനിധികളായ സുമേഷ് K മേനോൻ, K സജീവ് കുമാർ എന്നിവർ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി അനുവദിച്ചതിന് നന്ദി പറഞ്ഞു. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനെ എത്രമാത്രം ഗൗരവത്തോടെ പാർട്ടി കാണുന്നുവെന്നതിന്റെ ഉദാഹരണമായി പാലക്കാട്ടെ വിവിധ മേഖലയിലുള്ളവരുമായി ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയുടെ കൂടിക്കാഴ്ച. ദേശീയ രാഷ്ട്രീയം പറയുന്നതിനൊപ്പം പാലക്കാട് നഗരസഭയുടെ രാഷ്ട്രീയം പോലും കണക്കുകളിലൂടെ അവതരിപ്പിച്ചായിരുന്നു ദേശീയ അധ്യക്ഷന്റെ പ്രസംഗം. പാലക്കാട് നഗരസഭ തുടർഭരണം നേടിയപ്പോഴുള്ള വോട്ട് വർധനയെക്കുറിച്ചും പോലും അദ്ദേഹം പരാമർശിച്ചു. E ശ്രീധരൻ മത്സരിച്ച കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വോട്ട് വർധനയെക്കുറിച്ചും പറഞ്ഞ അദ്ദേഹം തൃശൂരിലെ ലോക്സഭാ വിജയത്തിന് നന്ദി പറഞ്ഞു. ഇനിയും താമരകൾ വിരിയാൻ പറ്റിയ മണ്ണാണ് കേരളമെന്നും അദ്ദേഹം പറഞ്ഞു. മുളദിനം സെമിനാർ നടത്തി. അതിനെ നമ്മൾ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ്, നമ്മൾ അതോടൊപ്പം തന്നെ പോവുക എന്നുള്ളതാണ്. നമ്മുടെ കാരണവർക്കൂലം ഒന്നും ഈ മലവെള്ളപ്പാച്ചിൽ കണ്ടപ്പോൾ ഈ പിൻവാങ്ങിയ ആളുകളായി. പണ്ടത്തെ എല്ലാ വർഷക്കാലത്തും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മലവെള്ളം വരും, പാടവും പുഴയും കരയും തൊടിയും ഒക്കെ ഒന്നായിട്ട് നിൽക്കും. പക്ഷേ 2018 പ്രളയാനന്തരമുള്ള അവിടുത്തെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ജൈവവൈവിധ്യ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജൈവവൈദ്യ ബോർഡിൻ്റെ മുൻകൈയിൽ പഠനം നടത്തി പറഞ്ഞത് അവിടുത്തെ പല ആളുകൾക്കും ഇപ്പോൾ വള്ളമുണ്ട്, പക്ഷെ എന്താണ്, വള്ളം തുഴയാനറിയില്ല. ചിലരൊക്കെ വള്ളം ഉപേക്ഷിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്തു, അവർ നടുക്കയത്തിലായിപ്പോയി എന്നുള്ളത്. അല്ലെങ്കിൽ അവർക്ക് എന്താണ്, നീന്തി അവർ രക്ഷപ്പെടുമായിരുന്നു. അപ്പോൾ നമ്മളുടെ നിലവിലുള്ള അല്ലെങ്കിൽ അറിയാമായിരുന്ന പല നൈപുണ്യങ്ങളും സ്കിൽസ് നമ്മൾ ഉപേക്ഷിച്ചു, വേണ്ടെന്ന് വെച്ചു. അതിനുള്ള ഉപാധികളെ നമ്മൾ എന്ത് ചെയ്തു, ഉപേക്ഷിക്കുകയും ചെയ്തു. അതൊക്കെ കൈമോശം വന്നു പോയി എന്നുള്ള അർത്ഥം. അപ്പോൾ അതൊക്കെ ആവശ്യമാണെന്നും അതൊരു കരുതലാണ്, ജാഗ്രതയാണ്, ഓർമ്മപ്പെടുത്തലാണെന്നാണ് ഇത്തരത്തിലുള്ള കോവിഡ് പോലെയുള്ള എല്ലാ മഹാമാരിയും നമ്മളെ കൊണ്ടുപോർപ്പിക്കുന്നത്. അന്നമതറ കാടുകുറ്റി പഞ്ചായത്തുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര മുളദിനാഘോഷത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. പുഴയോരങ്ങളുടെ സംരക്ഷണാർത്ഥം മുളന്തൈകൾ നടുന്നതിന് മുന്നോടിയായി പാലിശ്ശേരി SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന സെമിനാറിൽ വനമിത്ര അവാർഡ് ജേതാവ് VK ശ്രീധരൻ വിഷയാവതരണം നടത്തി. ഒരു ചെടി നട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഉള്ള ചെടികളെ നോക്കിയായിരുന്നു. ചെടി മുറിച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, അതിലുള്ള എല്ലാ കാർബൺ ഡയോക്സൈഡും പുറത്തു പോകും. എന്നിട്ടാണ് ആഗോളതാപനം കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ വേനൽക്കാലത്ത് 56 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു രാജസ്ഥാനിൽ. നമുക്ക് 25-26 ആകുമ്പോഴേക്കും ശരീരം
കൊള്ളും. പിന്നെ എന്തുണ്ടാക്കിയിട്ട് എന്താ കാര്യം? നമ്മൾ പ്രളയവും ഒരു ഭൂചലനവും അതിനെക്കുറിച്ച് ഞാൻ വിവരിക്കേണ്ട കാര്യമില്ല. ഒരു ഭൂചലനവും ഒരു പ്രളയവും ഒരു മിന്നലും ഒരു വറുതിയും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ എല്ലാ സ്വത്തും വിഭവങ്ങളും എല്ലാം നഷ്ടപ്രഭമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനു വേണ്ടി കൂടി നമ്മൾ തൊഴിലിൻ്റെ അനുഭവം. കാരണം അത് നിലനിർത്തണമെങ്കിൽ നമുക്ക് ജീവിക്കാനും ജീവിത സൗകര്യങ്ങളും നമ്മുടെ ഉടയോരും ഒക്കെ ഇത് ആസ്വദിക്കണമെന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടി കൂടി നമ്മൾ വാളൂർ NSS ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ ദീപു മംഗലത്ത് പരിപാടികൾ വിശദീകരിച്ചു. ഫീൽഡ് വിസിറ്റ് നടത്തി സംരക്ഷണം ആവശ്യമുള്ള പുഴയോരങ്ങളിൽ മുളന്തൈകൾ വാങ്ങി നടാൻ തീരുമാനിച്ചു. അന്നമന്തര പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സതീശൻ അധ്യക്ഷത വഹിച്ചു. സാഗർ പ്രതാപ് സ്വാഗതവും തൊഴിലുറപ്പ് ചന്ദ്രിക നന്ദിയും പറഞ്ഞു. ഭൂമി തുരന്നും ഭൂമിയുടെ ഘടന നിരത്തിയുമുള്ള നിർമ്മാണ പ്രവൃത്തികൾ തടയാൻ അധികൃതർ തയ്യാറാവണമെന്ന് കാൻഫെഡ് വൈസ് ചെയർമാൻ ഡോക്ടർ കിനാവല്ലൂർ ശശിധരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നമ്മളിവിടെ ഇരിക്കുന്നു. ആ ഡാം ഇല്ലായിരുന്നെങ്കിൽ, അത് 10 വർഷം മുഖ്യമന്ത്രിയുടെ സമയത്ത് ഉണ്ടാക്കിയ ഡാം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ സ്ഥിതിയും പെരുങ്ങലാവുമായിരുന്നു പാലക്കാട്. സത്യമാണത്. മാത്രമല്ല, ഇവിടെ പശ്ചിമഘട്ടത്തിന്റെ മുഴുവൻ താഴ്വരകളിലും ഉഗ്രൻ കോറികൾ പുറത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല കോറികൾ. നിങ്ങൾക്കറിയോ എനിക്കറിയില്ല. മന്ത്രിമാരുടെ ആളുകൾ വരെ ഇതിലുണ്ട്, നേതാക്കന്മാരൊക്കെ ഇതിലുണ്ട്. ജല്ലി ഉണ്ടാക്കുന്ന ഒന്നാന്തരം കോറികൾ പശ്ചിമഘട്ടത്തിൽ തന്നെ അനധികൃതമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാ ഭാഗങ്ങളിലും ഇത് മലകളിലാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ദോഷങ്ങളാണ് ഈ ഉരുൾപൊട്ടലും അതുപോലെ മറ്റുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോ നിങ്ങൾക്കറിയാം, മലമ്പുഴ ഡാമിലെ വെള്ളം, ഡാമിൽ നിന്ന് വരുന്ന വെള്ളം മലമ്പുഴ ഡാം പരിസരം നെല്ലിയാമ്പതി, ഒറ്റപ്പാലം, അമ്പലപ്പാറ, കിഴക്കഞ്ചേരി, മംഗലം ഡാം തുടങ്ങിയ ജില്ലയിലെ ഒട്ടേറെ പ്രദേശങ്ങൾ പ്രകൃതി ദുരന്ത ഭീഷണിയിലാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നഗ്നമായ നിയമലംഘനം നടത്തിയാണ് ഡാം പ്രദേശങ്ങളിൽ പോലും നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത്. ജില്ലയിൽ പ്രവർത്തിക്കുന്ന വൻകിട അനധികൃത ക്വാറികളിൽ രാഷ്ട്രീയ പ്രമാണിമാർക്ക് ബന്ധമുള്ളത് നടപടി സ്വീകരിക്കാൻ തടസ്സമാവുന്നുമുണ്ട്. പാലക്കാടിന്റെ പ്രകൃതി സവിശേഷത, ദുരന്ത സാധ്യതകൾ, പ്രതിരോധം എന്നിവയിൽ സെമിനാർ നടത്തി റിപ്പോർട്ട് സർക്കാരിന് കൈമാറും. സെൻട്രൽ ഗവൺമെന്റ് ആക്ടാണ്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആക്ടാണ്. ഇതിലൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഇവിടെ ഡാമിന്റെ മുമ്പിൽ തന്നെ ഒന്നാന്തരം കനാൽ 1 ഏക്കർ കൊടുത്തിട്ട് സുഖമായി അനുഭവിക്കുന്നു. ഹൈക്കോടതി ഓർഡർ കൊടുത്തിട്ടും അതിനൊന്നും കൂട്ടാക്കുന്നില്ല. സർവ്വകള്ളത്തരങ്ങളാണ് നടക്കുന്നത്. സെപ്റ്റംബർ 7 നടക്കുന്ന സെമിനാറിൽ ഭൗമശാസ്ത്രജ്ഞർ, പ്രകൃതി സംരക്ഷക പ്രവർത്തകർ എന്നിവർ പങ്കെടുക്കുമെന്നും കിനാവല്ലൂർ ശശിധരൻ പറഞ്ഞു. ചെയർമാൻ പാണ്ഡ്യയോട് പ്രഭാകരൻ, വൈസ് ചെയർമാൻ ഡോക്ടർ ശിവരാമകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി ഡോക്ടർ S ദേവസഹായം എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചോ. ആഭരണ ഫാക്ടറിയോ? എവിടെ? നമ്മുടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? ആ അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്,
near Stadium Bus Stand, പാലക്കാട്. വാർത്തകൾ തുടരുന്നു. വെളുത്തുള്ളി വില കൊതിക്കുന്നു. നല്ല ഇനം വെളുത്തുള്ളിക്ക് കിലോയ്ക്ക് 380 രൂപയായി. 320 മുതൽ 350 രൂപ വരെയാണ് കേരളത്തിലെ മൊത്തവില. ഒരു മാസം മുൻപ് 250 തൊട്ട് 270 രൂപ വരെയായിരുന്നു സംസ്ഥാനത്തെ വില. കാലാവസ്ഥാ വ്യതിയാനവും ആഭ്യന്തര ഉൽപാദനം കുറഞ്ഞതുമാണ് വില കൂടാൻ കാരണം. രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ദക്ഷിണേന്ത്യയിലേക്ക് കൂടുതലായും വെളുത്തുള്ളി എത്തുന്നത്. എന്നാൽ ഇവിടങ്ങളിൽ നിന്ന് ഇക്കുറി ഉൽപാദനം കുറഞ്ഞു. ചൂട് കൂടിയതും വിളവെടുപ്പ് സമയത്തെ മഴയും മൂലം വെളുത്തുള്ളി നശിച്ചു. പൂഴ്ത്തിവെപ്പും ഉണ്ടെന്ന് കച്ചവടക്കാർ പറയുന്നു. കർണാടകം, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഓഗസ്റ്റ് മുതൽ നവംബർ വരെയും ഉത്തരേന്ത്യയിൽ സെപ്റ്റംബർ മുതൽ നവംബർ വരെയുമാണ് പ്രധാനമായും വെളുത്തുള്ളി കൃഷി ചെയ്യുന്നത്. നിലവിൽ ഉൽപാദനം കുറവാണ്. പാലക്കാടിന്റെ ഇടതുപക്ഷ മനസ്സിനെ തകർക്കാൻ RSSന്റെ ബൈഠക്കിന് കഴിയില്ലെന്ന് CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. പാർട്ടിയുടെ സ്വാധീനത്തെയോ തെരഞ്ഞെടുപ്പിനെയോ ഇതൊന്നും ബാധിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മനുഷ്യ മനസ്സിനെ നടുക്കിയ വയനാട് ദുരന്ത മേഖല പ്രധാനമന്ത്രി നേരിൽ കണ്ടുപോയിട്ടും ഇതുവരെ ചില്ലിക്കാശ് സഹായമായി തന്നിട്ടില്ല. റെയിൽവേ ഡിവിഷൻ ഇല്ലാതാക്കി. ബെമൽ പരിപൂർണമായും വിൽപ്പനയ്ക്ക് വെക്കുകയാണ്. കോടികളുടെ വികസനം BJP പറയും. ഇതൊന്നും നമ്മുടെ നാട്ടിൽ വരുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. കോച്ച് ഫാക്ടറിയും എയിംസും എല്ലാം വാഗ്ദാനങ്ങളായിരുന്നു. കേന്ദ്ര ബജറ്റിൽ അവഗണന മാത്രം. ഇൻഡസ്ട്രിയൽ സ്മാർട്ട് പ്രഖ്യാപിച്ചത് കേരള സർക്കാരാണ്. ഇതിന്റെ ഒരു വിഹിതം തരുന്നത് അവരുടെ തറവാട്ട് സ്വത്തിൽ നിന്ന് എടുത്തതല്ല. ആരും ഭരിച്ചാലും പദ്ധതികൾക്ക് സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട വിഹിതമുണ്ട്. കേരളത്തിന് ന്യായമായി കിട്ടേണ്ടതാണ്. അത് മറിച്ച് പ്രചരിപ്പിക്കാൻ ഫ്ലെക്സ് വെച്ചിട്ടൊന്നും കാര്യമില്ല. അദ്ദേഹം പാലക്കാട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സമ്പൂർണ്ണ മാലിന്യമുക്തി ലക്ഷ്യമാക്കിയുള്ള ക്യാമ്പയിന് ഗാന്ധി ജയന്തി ദിനത്തിൽ തുടക്കമാകും. 2025 മാർച്ച് 30 വരെ നീളുന്ന ക്യാമ്പയിൻ വഴി ജനകീയ പങ്കാളിത്തത്തോടെ ജില്ലയെ മാലിന്യമുക്തമാക്കും. അയൽക്കൂട്ടങ്ങൾ, ടൂറിസം കേന്ദ്രങ്ങൾ, ഗ്രാമങ്ങൾ, നഗരങ്ങൾ, ഓഫീസുകൾ, വിദ്യാലയങ്ങൾ, കലാലയങ്ങൾ തുടങ്ങിയവയെ മാലിന്യമുക്തവും ഹരിതാഭവുമാക്കി ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിലൂടെയാണ് മാലിന്യത്തെ പടിയിറക്കുന്നത്. ജൈവ അജൈവ സംസ്കരണ സംവിധാനങ്ങളിലെ ഗ്യാപ്പ് കണ്ടെത്തുക, മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുക തുടങ്ങിയ ഒരുക്കങ്ങൾ നടത്തി. അയൽക്കൂട്ടങ്ങൾ, സർവീസ് യുവജന സംഘടനകൾ, വിദ്യാർത്ഥികൾ, ഗ്രന്ഥശാലകൾ, ക്ലബ്ബുകൾ, പ്രാദേശിക കൂട്ടായ്മകൾ, റെസിഡന്റ് അസോസിയേഷനുകൾ, വ്യാപാരികൾ, ഡ്രൈവർമാർ, സന്നദ്ധ സംഘടനകൾ, സമുദായ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ മുതലായവരുടെ പങ്കാളിത്തം ഉറപ്പാക്കും. ജനകീയ പങ്കാളിത്തത്തോടെ സമയബന്ധിതമായ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്ന് നവകേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ P. സൈതൽവി പറഞ്ഞു. മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടി എന്ന നിലയിൽ ജനകീയ വിജിലൻസ് സ്ക്വാഡ്, പോലീസ് എൻഫോഴ്സ്മെന്റ്, മറ്റ് ഏജൻസികളുടെ പരിശോധന എന്നിവ ശക്തിപ്പെടുത്തി. കേരളപ്പിറവി ദിനമായ നവംബർ 1 10% അയൽക്കൂട്ടങ്ങളെ ഹരിത അയൽക്കൂട്ടമായി പ്രഖ്യാപിക്കും. ഡിസംബർ 31 25%, ജനുവരി 26 50%, മാർച്ച് 8 100% അയൽക്കൂട്ടങ്ങളെ ഹരിതമായി പ്രഖ്യാപിക്കും. കേരളപ്പിറവി ദിനത്തിൽ 10% ടൂറിസം കേന്ദ്രങ്ങൾ ഹരിത ടൂറിസം കേന്ദ്രങ്ങളായി പ്രഖ്യാപിക്കും. ഡിസംബർ 31 25%, 2025 ജനുവരി 26 50%, മാർച്ച് 30 സമ്പൂർണ്ണ പ്രഖ്യാപനവും നടത്തും. കേരളപ്പിറവി ദിനത്തിൽ 50% ഓഫീസുകളെ ഹരിത ഓഫീസുകളായി പ്രഖ്യാപിക്കും. ജനുവരി 26 100% കൈവരിക്കും. നവംബർ 1 എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലെയും ഒരു ടൗണോ ഒരു മാർക്കറ്റോ പൊതുസ്ഥലമോ സമ്പൂർണ്ണ ശുചിത്വവും ഭംഗിയുള്ളതുമായി പ്രഖ്യാപിക്കും. ഡിസംബർ 31 50%, ജനുവരി 26 എല്ലാ ടൗണുകളും പൊതുസ്ഥലങ്ങളും സമ്പൂർണ്ണ ശുചിത്വമായി മാറും. 50% സ്കൂളുകളെയും കോളേജുകളെയും നവംബർ 1 സമ്പൂർണ്ണ ഹരിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിക്കും. ഡിസംബർ 31 100% പ്രഖ്യാപനം. ഡിസംബറിൽ നീർച്ചാലുകൾ പുനരുജ്ജീവിപ്പിക്കുന്ന ഇനി ഞാൻ ഒഴുകട്ടെ 3ാം ഘട്ടം പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. മാർച്ചോടെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും മുഴുവൻ നീർച്ചാലും ശുചീകരിക്കും. ഹരിത കേരളം മിഷൻ മാപ്പിംഗ് പൂർത്തിയാക്കിയ പഞ്ചായത്തുകളിൽ അതിന്റെ സഹായത്തോടെ നീർച്ചാലുകൾ വീണ്ടെടുക്കും. മറ്റു വാർത്തകളിലേക്ക് വരാം ഒരിടവേളയ്ക്ക് ശേഷം. ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം കൂടെ പോരും. ട്രിനിറ്റി പാലക്കാട് മെഗാ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 25 വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതുപുത്തൻ 916 HUID ആഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട്. 1 ലക്ഷത്തിന് മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗ്രൈൻഡർ, അവൻ എന്നിവ സ്വന്തമാക്കാൻ സുവർണാവസരം. സ്പെഷ്യൽ വെഡിംഗ് പാക്കേജുകൾക്കൊപ്പം ഈ പൊന്നോണക്കാലം ആഘോഷമാക്കാം ട്രിനിറ്റിയുടെ അസൽ പൊന്നിനൊപ്പം. ട്രിനിറ്റി ഗോൾഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, കോയമ്പത്തൂർ റോഡ്, പാലക്കാട്. പ്രേംദീപ് ജ്വൽസ് ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്നു തിരുമുൽക്കാഴ്ച 2024. ചിങ്ങം 1 മുതൽ 30 വരെ എല്ലാ പർച്ചേസിനും ഒരു ഓണക്കോടി സമ്മാനം. ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് മൊബൈൽ ഫോൺ സമ്മാനം. കൂടാതെ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും. ഒപ്പം നിത്യഹരിത ഫെസ്റ്റ്, പരമ്പരാഗത ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. ഓണത്തിനൊരുങ്ങൂ പ്രേംദീപിന്റെ ട്രഡീഷണൽ ആഭരണങ്ങൾ അണിഞ്ഞ്. കൂടാതെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷനും കൂടെ നടത്തുന്ന ഓണം സ്വർണോത്സവം 2024 ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ 2.25 കിലോ സ്വർണ്ണ സമ്മാനം. ബമ്പർ സമ്മാനം 100 പവൻ, 1ാം സമ്മാനം 25 പവൻ, 2ാം സമ്മാനം 10 പവൻ, 3ാം സമ്മാനം 5 പവൻ.
1 ഗ്രാം സ്വർണം വീതം 1100 പേർക്ക്. കൂടാതെ 10 കിലോ വെള്ളി പ്രോത്സാഹന സമ്മാനവും. പ്രേംദീപ് ജ്വൽസ് ഗോൾഡൻ ഡയമണ്ട്സ്, കോളേജ് റോഡ്, പാലക്കാട്. വാർത്തകൾ തുടരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്തേക്ക് സമൂഹത്തെ ഉയർത്തുന്നതിനായി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പരിശീലന പരിപാടി സംഘടിപ്പിക്കുമെന്ന് വിക്ടോറിയ കോളേജ് ഫിസിക്സ് അലൂമിനി അസോസിയേഷൻ സെക്രട്ടറി പാറക്കൽ രാമചന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആയിട്ടുള്ള ആൾക്കാരാണ് സിവിൽ സർവീസിലേക്ക് വേണ്ടത്. ഒരു ഫിസിക്സ് സ്പെഷ്യലിസ്റ്റിനെയോ ഒരു എഞ്ചിനീയറിംഗ് സ്പെഷ്യലിസ്റ്റിനെയോ അല്ല, സാധാരണക്കാരുടെ ആൾക്കാരെ ഡീൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് സിവിൽ സർവീസിലേക്കും IPS, IFS പോലുള്ള എല്ലാ മേഖലകളിലേക്കും വേണ്ടത്. അപ്പൊ അതിന് നമ്മുടെ മുന്നിൽ വരുന്ന സാധാരണക്കാര് അവരുടെ മുഖം നോക്കാതെ വാട്ട് വി സേ അവരുടെ കാര്യങ്ങൾ പരിഹരിക്കാൻ മനസ്ഥിതിയുള്ള ആൾക്കാരെയാണ് നമുക്ക് സിവിൽ സർവീസിലേക്ക് വേണ്ടത്. അതിന് അവസാന ഘട്ടമായിട്ടുള്ള ഇന്റർവ്യൂവില് ആണ് അത് ചെക്ക് ചെയ്യപ്പെടുന്നത്. നിങ്ങൾ എത്രത്തോളം നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ് എന്നുള്ളതാണ് ഇന്റർവ്യൂവിൽ ചെക്ക് ചെയ്യുന്നത്. ഇല്ലാതെ നമ്മൾ പഠിച്ചുപോയ വിഷയത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളോ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ കാര്യങ്ങളൊന്നുമല്ല. ഹൗ ഗുഡ് എ ഹ്യൂമൻ ബീയിങ് യു ആർ. പിന്നെ നിങ്ങളുടെ അറിവ് എത്രത്തോളം വ്യക്തമാണ്, അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയാനുള്ള ധൈര്യം. ആധുനിക സാങ്കേതിക ജീവിതത്തിലേക്ക് ലോകം അതിവേഗം മാറുന്ന കാലത്ത് ഇന്ത്യയുടെ വളർച്ച പുറകിലാണ്. അതിവേഗ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ലഭ്യമായിട്ടും AI അംഗീകരിക്കുന്നതിലും ഉപയോഗിക്കുന്നതിലും സമൂഹം വൈമുഖ്യം കാണിക്കുന്നുമുണ്ട്. AI കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നത് തൊഴിലില്ലായ്മ കുറയ്ക്കുവാനും സാമ്പത്തിക വളർച്ചയ്ക്കും ഉപകരിക്കും. ഇത്തരം സാധ്യതകൾ അതിവേഗം ഉൾക്കൊള്ളുന്നതിനായി ആദ്യഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്കാണ് പരിശീലനം നൽകുന്നത്. തുടർന്ന് അധ്യാപകർക്കും സമൂഹത്തിലെ വിവിധ ശ്രേണിയിലുള്ളവർക്കും പരിശീലനം നൽകും. സെപ്റ്റംബർ 8 നടക്കുന്ന പരിശീലനത്തിന് ശേഷം AI വിദ്യകൾ വ്യാപകമാക്കുന്നതിനായി ക്ലബ്ബ് രൂപീകരിക്കും. സിവിൽ പരീക്ഷകളിൽ തുടരുന്ന പിന്നോക്കാവസ്ഥ മാറ്റുന്നതിനായി ഫിസിക്സ് അലൂമിനി അസോസിയേഷൻ വിവിധ പരിശീലന പാഠ്യപദ്ധതികളും നടപ്പിലാക്കും. പാഠ്യവിഷയങ്ങളിൽ നിന്ന് 35% മാർക്കും പാഠ്യേതര വിഷയങ്ങളിൽ നിന്ന് 65% മാർക്കുമാണ് സിവിൽ പരീക്ഷാ വിജയത്തിന് ആവശ്യം. നോർത്ത് ഇന്ത്യയിൽ LP UP തൊട്ട് തന്നെ സിവിൽ പരീക്ഷാ പരിശീലനം നൽകുന്നത് കൊണ്ടാണ് ഉത്തരേന്ത്യയിൽ IAS IFS വിജയികൾ കൂടുതൽ ഉണ്ടാവുന്നത്. ഇതേ മാതൃകയിൽ വ്യത്യസ്തമായ പാഠ്യപദ്ധതിക്ക് വിദഗ്ധർ നേതൃത്വം നൽകുമെന്നും രാമചന്ദ്രൻ പറഞ്ഞു. അലൂമിനി പ്രസിഡന്റ് KP പ്രേംകുമാർ, അശ്വിനി കുമാർ മേനോൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള യുക്തിവാദി സംഘം സംവാദം സംഘടിപ്പിച്ചു. ചില ആഗ്രഹങ്ങളുടെ പുറത്തു തന്നെയാണ്. പക്ഷെ ആ ആഗ്രഹങ്ങൾ നമ്മുടെ വിവേകം കൊണ്ട് നമ്മൾ അതിനൊക്കെ ചില മാർജിനുകൾക്കകത്ത് നിർത്തുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ വിവേകപരമായ ഒരു ജീവിതം നിലനിർത്തുന്നു. എന്തായാലും ഏത് ആശയമായാലും ആശയം സംഘർഷത്തിലാണ്. ആ ആശയത്തെ വഹിക്കുന്നവർ, പ്രചരിപ്പിക്കുന്നവർ, അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപിതമായ ചില ഗൂഢ ലക്ഷ്യങ്ങളും ഉള്ളവർ. കേരള യുക്തിവാദി സംഘം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബൗദ്ധിക രക്തസാക്ഷി സ്മരണാർത്ഥം ദബോൽക്കർ, കൽബുർഗി, ഗൗരി ലങ്കേഷ് എന്നിവരുടെ സ്മരണ, തലമുറ വ്യത്യാസം, സംഘർഷവും സമന്വയവും എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി സംസ്ഥാന ഏക എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KP ശബരിഗിരീഷ് മോഡറേറ്ററായി സംവാദം സംഘടിപ്പിച്ചു. സംവാദത്തിൽ ഡോക്ടർ U ജയപ്രകാശ്, KP സരസ്വതി, മേഘനാഥ് കുഴൽമന്നം എന്നിവർ വിഷയാവതരണം നടത്തി. തുടർന്ന് നടന്ന ചർച്ചയിൽ ഭഗത് ബൗദ്ധിക്, മാണി പറമ്പേട്ട്, A ശരവണൻ, പാലക്കാട് ശശിധരൻ പൊറ്റശ്ശേരി, ചേരാമംഗലം ചാമുണ്ണി, വിമിനി എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു. തലമുറകൾ തമ്മിലുള്ള സംഘർഷം ആശയ സംഘർഷമാണ്. അത് കാലത്തിന്റെ അനിവാര്യതയാണെന്നും അതിന്റെ പരിണാമം ആശയ സമന്വയത്തിൽ എത്തുമെന്നും സംവാദത്തിൽ ഉരുത്തിരിഞ്ഞു വന്നു. ഈ ആധുനിക കാലഘട്ടത്തിൽ തലമുറകളുടെ സമരസപ്പെടൽ ആശാവഹമാണെന്നും അത് സാമൂഹിക പുരോഗതിക്ക് ആക്കം കൂട്ടുമെന്നും സംവാദത്തിൽ അഭിപ്രായപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് A രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ P അനിൽകുമാർ സ്വാഗതവും P മീര നന്ദിയും പറഞ്ഞു. 7 വയസ്സുകാരനെ കയർ കഴുത്തിൽ കുടുങ്ങി ദാരുണാന്ത്യം. മണ്ണാർക്കാട് എടത്തനാട്ടുകര ചിരട്ടക്കുളത്ത് 7 വയസ്സുകാരനാണ് കയർ കഴുത്തിൽ കുടുങ്ങി മരിച്ചത്. ചിരട്ടക്കുളം ആലാടിപ്പുറം അനിൽകുമാറിന്റെ മകൻ ആദിത്യദേവനാണ് മരിച്ചത്. നിലമ്പൂർ സ്വദേശിയാണ് അനിൽകുമാർ. വൈകുന്നേരം 6 മണിയോടെയാണ് സംഭവം. ചിരട്ടക്കുളത്തുള്ള അമ്മ വീട്ടിൽ വിരുന്നു വന്നതായിരുന്നു ആദിത്യദേവ്. വീട് പണി നടക്കുന്ന സ്ഥലത്ത് മറ്റു കുട്ടികൾക്കൊപ്പം കളിക്കുന്നതിന്റെ കയർ കഴുത്തിൽ കുരുങ്ങുകയായിരുന്നു. മൃതദേഹം മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടുകൊടുക്കും. ഒരിടവേള കൂടി. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചോ. ആഭരണ ഫാക്ടറിയോ? എവിടെ? നമ്മുടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്?
ആ അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോൾ ഒരു 50 മീറ്റർ കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്, കൊള്ളാലേ. ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. മുംബൈ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന ഒലവക്കോട് സ്വദേശിനിയുടെ രൂപ തട്ടിയെടുത്ത കേസിലെ പ്രധാന പ്രതി പോലീസിന്റെ പിടിയിലായി. മലപ്പുറം കൊണ്ടോട്ടി ഒലവട്ടൂർ സ്വദേശി അബ്ദുൽ നാസറിനെയാണ് ടൗൺ നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഡിസംബർ 1-നാണ് കേസിനാസ്പദമായ സംഭവം. പ്രധാന പ്രതികളിൽ ഒരാൾ മുംബൈ കസ്റ്റംസ് ഉദ്യോഗസ്ഥനാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയാണ് തട്ടിപ്പിന് തുടക്കമിടുന്നത്. പരാതിക്കാരിയെ ആപ്പ് വഴി വീഡിയോ കോൾ ചെയ്യുകയും പരാതിക്കാരി മുംബൈയിൽ നിന്ന് തായ്വാനിലേക്ക് അയച്ച കൊറിയറിൽ മയക്കുമരുന്നുണ്ടെന്നും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്താണ് ഗൂഗിൾ പേ മുഖേന 98,000 രൂപ തട്ടിയെടുത്തത്. പ്രതികൾ തട്ടിയെടുത്ത പണം നിലവിൽ അറസ്റ്റിലായ അബ്ദുൽ നാസർ ആലപ്പുഴ വണ്ടാനം സ്വദേശി അൻസിൽ എന്നയാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഈ തുക അൻസിൽ പിൻവലിച്ച് മറ്റൊരു പ്രധാന പ്രതിക്ക് കൈമാറുകയായിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ആലപ്പുഴ സ്വദേശികളായ ഷാജഹാൻ, അൻസിൽ, കോഴിക്കോട് സ്വദേശികളായ ഷെരീഫ്, മിഥുലാജ് എന്നിവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ തുക അബ്ദുൽ നാസറിന്റെ അക്കൗണ്ടിലൂടെയാണ് വന്നതെന്നും ഏകദേശം 2 കോടി രൂപയുടെ സമാനമായ തട്ടിപ്പുകൾക്ക് പ്രതിയുടെ അക്കൗണ്ട് ഉപയോഗിച്ചിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചത്. BPL കൂട്ടുപാത ജംഗ്ഷന് സമീപം ഇന്നോവ കാറിൽ നിന്ന് ഓട്ടോയിലേക്ക് കയറ്റുന്നതിനിടെ 16 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഒരാൾ പിടിയിൽ. ഓട്ടോ ഡ്രൈവർ കൊടുവായൂർ നവക്കോട് ഭാഷാനഗർ സ്വദേശി നൌഫലിനെയാണ് കസബ പോലീസ് പിടികൂടിയത്. ഞായർ പുലർച്ചെ 4:30-നാണ് സംഭവം. കസബ ASI H ഹർഷാദിന്റെ നേതൃത്വത്തിൽ നടത്തിയ പട്രോളിംഗിനിടെയാണ് ഇന്നോവയിൽ കൊണ്ടുവന്ന 12 ചാക്ക് ഹാൻസ്, 2 ചാക്ക് ബിവൺ, 2 ചാക്ക് വിമൽ എന്നീ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. പോലീസിനെ കണ്ടയുടൻ ഇന്നോവ കാർ അതിവേഗത്തിൽ പോയി. നവക്കോട് സ്വദേശിയായ കാജ ഹുസൈൻ എന്നയാളാണ് ഇന്നോവ ഓടിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാടിനെ ഓണക്കോടിയുമായി പാലക്കാട് കോടതി പരിസരത്ത് കൈത്തറി സ്റ്റാൾ തുറന്ന് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ. ഓൾ ഇന്ത്യ നവോദയ അത്ലറ്റിക് മീറ്റിൽ ഉജ്ജ്വല വിജയം നേടിയ മലമ്പുഴ നവോദയ വിദ്യാലയം കായിക താരങ്ങൾക്ക് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം. പാലക്കാട് രൂപതയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് KCYM യുവജന സംഗമം നടത്തി. കേരള വികസന രംഗത്ത് നരേന്ദ്രമോദിയാണ് എല്ലാ പരിഗണനയും നൽകിയതെന്ന് കേന്ദ്രമന്ത്രി KP നഡ്ഡ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.